ക്രിമിനൽ കേസുണ്ടെന്നാരോപിച്ച് സംവിധായകൻ മൊയ്തു താഴത്തിന്റെ പാസ്പോർട്ട് പോലീസ് തടഞ്ഞുവെച്ചതായി പരാതി. പാസ്പോർട്ട് പുതുക്കലുമായി ബന്ധപ്പെട്ട് വെരിഫിക്കേഷൻ നടത്തുമ്പോഴാണ് തടഞ്ഞുവെച്ചെന്നാണ് ആരോപണം. പാസ്പോർട്ട് പുതുക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് വെരിഫിക്കേഷൻ സമയത്താണ് തന്റെ പേരും സിനിമയും വിവാദമായതെന്ന് RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിനിമയെടുത്ത സംവിധായകൻ മൊയ്തു താഴത്ത് പറഞ്ഞു. വളപ്പിൽ മൊയ്തു എന്ന സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരിലായിരുന്നു പാസ്പോർട്ട്. വെരിഫിക്കേഷൻ സമയത്ത് TPയുടെ സിനിമയെടുത്ത മൊയ്തു താഴത്തല്ലേ എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ചോദിച്ചിരുന്നു. എന്നാൽ തനിക്കെതിരെ കള്ളക്കഥയുണ്ടാക്കുമെന്ന് കരുതിയിരുന്നില്ലെന്ന് മൊയ്തു പറഞ്ഞു. ചന്ദ്രശേഖരൻ്റെ സിനിമയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രപരമായ എന്തോ ഒരു സാഹചര്യം മണക്കുന്നുണ്ട്. അല്ലാതെ സാധാരണ പൗരനായ എൻ്റെ ഒരു പാസ്പോർട്ട് തടഞ്ഞു വെക്കേണ്ട ആവശ്യം പോലീസിനില്ല. ക്രിമിനൽ കേസിലെ പ്രതിയാണ് താനെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയതോടെ പാസ്പോർട്ട് തടഞ്ഞുവെന്നാണ് മൊയ്തുവിന്റെ ആരോപണം. 2013 വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതി എല്ലാവരെയും വെറുതെ വിട്ട നോർമൽ കേസാണ്, ക്രിമിനൽ കേസല്ല, അടിപിടി കേസാണ്. ഈ 2013 വെറുതെ വിട്ട സംഭവത്തിലാണ് ഇയാൾ 9 കേസുണ്ടെന്നും പറഞ്ഞിട്ട് മോളി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കി കിട്ടാത്തതോടെ ഗൾഫിലെ ഷോകൾ മുടങ്ങി. തനിക്കെതിരെ തെറ്റായ റിപ്പോർട്ട് നൽകി പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മൊയ്തു പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.